എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ നെതർലാൻഡിലെ ടിൽബർഗിൽ മോൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ആണ് കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. നല്ല തണുപ്പാണ് എങ്കിലും ഞങ്ങൾ നടന്നാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പള്ളിയുടെ പുറമേ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പുറമേ നിന്ന് വളരെ സിമ്പിളായിട്ടാണ് കാണുന്നത്. ഉള്ളിലെ കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പകർത്താം. ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി. ഇവിടെ കുട്ടികളുടെ സ്ട്രോളറും പള്ളിക്കകത്ത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവരതിന് അനുവദിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായി നെതർലാൻഡിൽ ഈ പള്ളിയിൽ ഞാൻ വന്ന ദിവസം ഇവിടെ ഒരു ബിഷപ്പിൻ്റെ തന്നെ കുർബാനയായിരുന്നു. കുർബാനയുടെ വീഡിയോ ഒന്നും പകർത്താൻ സാധിച്ചില്ല. എങ്കിലും കുർബാനയ്ക്ക് ശേഷം ബിഷപ്പ് എല്ലാവർക്കും വിഷ് ചെയ്ത് എല്ലാവരോടും ഒപ്പം ഫോട്ടോയൊക്കെ എടുത്ത് സംസാരിച്ചൊക്കെയാണ് പിരിയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ അച്ഛന്മാർ തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിഷ് ചെയ്തിട്ടൊക്കെയാണ് പോകുക. എല്ലാവർക്കും വേണ്ടി കാപ്പിയും അവിടെ റെഡിയാക്കിയിരിക്കും. അതും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഞാനിവിടെ ഈ പള്ളിയുടെ വീഡിയോ ഒന്ന് പകർത്താമെന്ന് വിചാരിക്കുകയാണ്. പുറമേ നിന്ന് കണ്ടപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഉള്ളിൽ കയറി നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. വലിയ പള്ളിയും. ഇത് എങ്ങനെ വീഡിയോയിൽ പകർത്തണമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് ആകുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കാം. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുക. അങ്ങനെ ഒരുമിച്ച് പള്ളിയുടെ ആ കാഴ്ച എനിക്ക് പകർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്നും കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് വലിയ പള്ളിയാണ്. ഇവിടെ ആൾക്കാർ കുറച്ചുള്ള സമയങ്ങളിൽ ഇതിൻ്റെ അകത്ത് കുർബാന നടക്കുകയില്ല. സൈഡിലൊരു ചാപ്പലിലാണ് കുർബാന നടക്കുന്നത്. കാരണം ഇവിടെ വളരെ തണുപ്പാണല്ലോ. അപ്പോൾ ഹീറ്ററൊക്കെ ഓണില്ലെങ്കിൽ ആൾക്കാർക്ക് നിന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാരുള്ള സമയങ്ങളിൽ ഇവിടെ വലിയ പള്ളിയിൽ കുർബാന ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എത്രയൊക്കെ മനോഹരമായ ദൃശ്യങ്ങളാണ് എന്ന്. എനിക്ക് സത്യത്തിൽ പള്ളിയിൽ നിന്നും പുറത്ത് പോരാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്കും ആകർഷണീയമായ കാഴ്ചകളായിരുന്നു. പിന്നെ ഞാനിവിടെ കണ്ട ഒരു കാഴ്ച, പള്ളിക്കകത്ത് കുറേ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. നെതർലാൻഡിൽ എവിടെ നോക്കിയാലും നമ്മൾക്ക് ഇതുപോലെ കുറേ ഫ്ലാഗുകൾ എല്ലായിടത്തും കാണാം. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. ഇവിടെ പള്ളിക്കകത്തും ഇത് കാണുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പള്ളിയിൽ വരുന്നവർ നല്ല വിശ്വാസികളും പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവരുമാണ്. ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ വളരെ പ്രായം കൂടിയ ആൾക്കാരായിരുന്നു കൂടുതലും പള്ളിയിലുണ്ടായിരുന്നത്. അവർ തന്നെയാണ് പാട്ടുകൾ പാടുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതും എല്ലാം. വളരെ നന്നായി അവർ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നു. ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഡച്ച് കുർബാനയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും കുർബാനയിൽ പങ്കെടുത്തു. എല്ലാവരും വന്ന് ഞങ്ങൾക്കും വിഷൊക്കെ ചെയ്ത് കൊച്ചിനെ കണ്ട് അവർ പലരും സംസാരിച്ച് സ്നേഹത്തോടെ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ച് ഒക്കെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും സംസാരിച്ച് സന്തോഷത്തോടെയാണ് പിരിയുക. അങ്ങനെ ഒരു സൈഡിൽ നിന്നും ഞാൻ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയില്ല. കാരണം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് അതൊന്നും പകർത്തിയിട്ടില്ല. പള്ളിയും പള്ളിയുടെ കാഴ്ചകളും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ
പള്ളിയും പരിസരവും ആളുകളുമെല്ലാമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. നല്ല തണുപ്പാണ്, എങ്കിലും ഈ തണുപ്പൊന്നും നമ്മൾക്ക് അത്രയ്ക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം മനസ്സിന് സന്തോഷമുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും ചുറ്റി സഞ്ചരിച്ചു. അകത്ത് എല്ലായിടത്തും ഞങ്ങൾ കണ്ടു. ഞങ്ങളും പള്ളിക്കകത്ത് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങളും സന്തോഷമായിട്ട് ഈ ദിവസം ചെലവഴിക്കുകയാണ്. രാവിലെ 9:30 കുർബാനയ്ക്കാണ് ഞങ്ങൾ പോയിരുന്നത്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും പള്ളിയിൽ മണിയടിക്കുന്നുണ്ട്. മോൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അത് കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദൃശ്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തി, എനിക്ക് ആവുന്ന രീതിയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക.